യുദ്ധം അനിവാര്യമായി എന്ന ശ്രീകൃഷ്ണന്റെ വാക്കുകൾ കേട്ട രാജാക്കന്മാരെല്ലാം യുധിഷ്ഠിരന്റെ മുഖത്തേക്ക് നോക്കുന്നു. ശേഷം യുധിഷ്ഠിരൻ ഭീമനെയും അർജുനനെയും നോക്കി പറഞ്ഞു, യുദ്ധം ഒഴിവാക്കുവാനാണ് നമ്മൾ 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും നടത്തിയത്. എന്നിട്ടും ഘോരമായ അനർത്ഥങ്ങളൊക്കെ വന്നു ചേരുകയാണ്. എങ്ങനെയാണ് ഗുരുജനങ്ങളെയും സഹോദരങ്ങളെയും കൊന്നൊടുക്കുക? ഗുരുക്കന്മാരെയും ബന്ധുജനങ്ങളെയും വധിച്ചിട്ട് കിട്ടുന്ന ജയം എങ്ങനെയാണ് ജയമാവുക? യുധിഷ്ഠിരന്റെ ഈ വാക്കുകൾ കേട്ട് അർജുനൻ ജ്യേഷ്ഠനെ സമാധാനിപ്പിക്കുന്നു. ജ്യേഷ്ഠ, വിതുരനും അമ്മയും പറഞ്ഞ വാക്കുകൾ കൃഷ്ണൻ പറഞ്ഞില്ലേ? അവർ അധർമ്മമൊന്നും പറയില്ല എന്നത് തീർച്ചയല്ലേ? അതുകൊണ്ട് അങ്ങ് യുദ്ധത്തെപ്പറ്റി വിഷമിക്കരുത്. ഈ യുദ്ധം നമ്മുടെ ഭാഗത്തെ തെറ്റുകൾ കൊണ്ട് സംഭവിക്കുന്നതല്ല. ക്ഷത്രിയധർമ്മമായ യുദ്ധം കൂടാതെ കഴിയുക സാധ്യമല്ല. അനിവാര്യമായ സന്ദർഭങ്ങളിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ശ്രീകൃഷ്ണനും അർജുനന്റെ ഈ വാക്കുകളെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചു. ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ യുധിഷ്ഠിരന് അല്പം സമാധാനം ഉണ്ടായി.